സോ പ്രേം നസീർ സാർ, അത് ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് താളം മനസ്സിൻ്റെ താളം അതിൽ ജൽജയ്ക്ക് പിന്നെ ഡബ് ചെയ്യുന്നത്. അപ്പോൾ ജൽജയും നസീർ സാറും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ അത് ഡബ് ചെയ്യാൻ വരുന്നു. അന്ന് സാറ് വരുന്നുണ്ട്. അപ്പോൾ ദാസേട്ടൻ വിളിച്ച് പറഞ്ഞു, ഇന്ന് നസീർ സാറ് വരുന്നുണ്ട്, 45 മിനിറ്റേ സമയമുള്ളൂ അദ്ദേഹത്തിന്, ഒറ്റ നിലയ്ക്ക് നിന്ന് കംപ്ലീറ്റ് പറയും, അതാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ പേടിച്ച് നിന്ന്, പക്ഷെ കറക്റ്റായിട്ടൊന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ട് എൻ്റെ തൊഴിൽ തട്ടിയിട്ട് കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞു ഈ പച്ചൻ്റെ മോളാണല്ലേ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര അനുഭവമായിരുന്നു. തിക്കുറിശി സാർ, തിക്കുറിശി ഞങ്ങൾ കഥകളൊക്കെ പറയുമല്ലോ. ഒരിക്കൽ സ്റ്റുഡിയോയ്ക്കകത്ത് എന്തോന്നോ ഒരു കഥയും പറഞ്ഞുകൊണ്ട് വന്നു പെട്ടെന്ന് തന്നെ ഇവിടെ നിൽപ്പുണ്ടായിരുന്ന ഇവിടെ നിൽപ്പുണ്ട് ഈ കഥ പറയാൻ. തിക്കുറിശിന്റെ കഥയെല്ലാം വേറെ ഇവിടെ നിൽക്കുമ്പോ കഥ പറയാൻ കൊള്ളില്ല. മധു സാർ, അയ്യോ, മധുചേട്ടനാണ് നാടകത്തില് ആദ്യമായിട്ട്. മധുചേട്ടനാണ് എൻ്റെ നായകൻ. മധുചേട്ടൻ എന്ത് പറഞ്ഞാലും മതിയാവും. ആ ശരീരത്തിൻ്റെ വലിപ്പം പോലെ അത്രയും വലിയൊരു മനസ്സിനോട്. മറ്റൊരാൾ ഷൂട്ടിങ്, അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് അപ്പുറത്തെ സീമയും ഉർവശിയും കൂടിയൊക്കെ ബഹളം. അപ്പം ഞാൻ ഇപ്പുറത്തൊന്നും ഒരു കട്ടിലുണ്ട്, അവിടെ കയറി കിടന്ന് ഞാൻ ഒന്ന് മയങ്ങി. കണ്ണു തുറന്നപ്പോൾ കാൽക്കഴിയിരിക്കുന്ന അയ്യോ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം ഞാനോട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് ഇദ്ദേഹത്തിൻ്റെ CA. അപ്പം അനിയത്തിൻ്റെ അങ്ങനെ മരിച്ചുപോയി. മകളുടെ കല്യാണത്തിന് വിളിച്ചു. അപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ ലീല പണിക്കരാണ്, പിന്നെ അങ്ങനെ സുകുമാരൻ്റെ മകൾ, ഒന്ന് കല്യാണത്തിന് വിളിക്കാൻ. നമ്മൾ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ, അത് ഓർമ്മയില്ല. ഇങ്ങോട്ട് ചോദിച്ചു, അന്തം വിട്ടു കഴിഞ്ഞാൽ. സുരേഷ് ഗോപി രാധിയെ പെണ്ണ് കാണാൻ വരുന്നതിന് പിന്നെ രാധിയെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ വിട്ടത് ഞാൻ കാറിലാണ് കൊണ്ടുവിട്ട. അങ്ങനെ ഒരു ബന്ധം കൊണ്ടുണ്ട്. ശരി, ഒരാളെ കുറിച്ച് ചോദിച്ചില്ലേ ശരിയല്ലല്ലോ. MG രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ടൈപ്പാണ്. എടീന്നേ വിളിക്കുള്ളൂ. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് എനിക്കൊരു പാട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു നൃത്ത നാടകം ചെയ്യണം, പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ സാർ എഴുതി തരാമെന്ന് പറഞ്ഞു. ആര് ട്യൂൺ ചെയ്യാൻ പോകണോ? ഞാൻ പറഞ്ഞു, ആര് ചെയ്യും? ഞാൻ ചെയ്യാടിയും കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഒറ്റ പൈസയും വാങ്ങിച്ചിട്ടില്ല, ഒരു എഗ്രിമെൻ്റ് ഒന്നുമില്ല. അത് എന്താണ് അതൊരു ബിസിനസ്. ചേട്ടൻ അനിയത്തിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ആ രീതിയിൽ ഭയങ്കര കാര്യമാണ്. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അല്ലേ. സോ ലീല ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇത്രയും വിലയേറിയ സമയം നമ്മുടെ പറയാം നേടാം എന്ന അമൃത ഡേ ഷോയിൽ വന്നതിനും കുറേ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാനും പങ്കുവയ്ക്കാനും ഉള്ള അവസരം നമുക്ക് എല്ലാവർക്കും ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഒരു കാര്യം തുറന്നു പറയാം, ലീല ചേച്ചി ഒരു പുലിയാണ്. ഇങ്ങനെയൊരു പരിപാടി അതിൽ ശ്രീകുട്ടൻ്റെ കൂടെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി അതൊന്നും കുറേ കൂടി പരിചയമുള്ളത് കൊണ്ടായിരിക്കും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു. വലിയ സന്തോഷം. എന്തായാലും വളരെ നല്ലൊരു എപ്പിസോഡായിട്ട് മാറി എന്നതിൽ അത്യധികം സന്തോഷം എനിക്കുണ്ട്, പ്രേക്ഷകർക്കും. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം.